സെക്കൻഡ് ഹാഫ് ശേഷം അവൻ ഒരു സൈക്കോ പോലെ ആയിപ്പോയി. അതിന്റെ ഫൈറ്റിംഗ് രീതി ഫസ്റ്റ് ഹാഫ് കിട്ടില്ല, സെക്കൻഡ് ഹാഫ് പൊളി. ഹൗസിന്റെ കമ്പാക്ക് തന്നെ പറയാം. ഈ റേഞ്ച് കയറി പോവാ സാറേ. അങ്ങനെ ക്രിഞ്ച് കോമഡി ഒന്നുമല്ല, എന്റർടൈനിങ് ആണ്. വിദ്യുത് ജമാൽ മാൻ അങ്ങേര് സത്യം പറഞ്ഞ തുപ്പാക്കിയിൽ അങ്ങേർക്ക് ഫൈറ്റ് ഒന്നുമില്ല, പക്ഷെ ഇതിൽ ഇഷ്ടം പോലെ ഫൈറ്റ് ഉണ്ട്. അപ് ഡൗൺ ആണ് പോണത്, പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ശിവാർത്ഥിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. തുപ്പാക്കി എവൻ കയ്യിലിരുന്നാലും നാന്ത പടം ഒരു രക്ഷയില്ല. അപ്പോൾ മസ്റ്റ് ആയിട്ട് കാണാം. കാരണം വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഫുള്ളും കോമഡി ഫാമിലി എന്റർടൈൻ മൂവിയാണ്. അതിന് സെക്കൻഡ് ഹാഫ് ശേഷം അവൻ ഒരു സൈക്കോ പോലെ ആയിപ്പോയി. അതിന്റെ ഫൈറ്റിംഗ് രീതിക്ക് ഒരു രക്ഷയില്ലാത്ത രീതി എന്തായാലും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ മൂവിയാണ്. ഈ ഓണം SK കൊണ്ട് ഒരു രക്ഷയില്ല. കത്തി കയറുവാണോ? പിന്നെ അല്ല മരണ മാസല്ലേ അണ്ണന്റെ അഭിനയം ഇതിൽ പോയി നിങ്ങൾ കണ്ടു നോക്കാം, അപ്പൊ അറിയാം. സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു അന്യായ രക്ഷയില്ല. അമ്മാരി രീതിന് അതിൽ വില്ലന്റെ സീക്വൻസ് ഒരു രക്ഷയില്ല കേട്ടോ. അത് മസ്റ്റ് ആയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങളെല്ലാം ചെയ്യണം. മൂവി നൈസാണ്, സിനിമാറ്റോഗ്രാഫി വേറെ ലെവലായിട്ടുണ്ട്. പക്ഷെ ആക്ഷൻ സീക്വൻസ് ഒത്ത് അതിന്റെ സിനിമാറ്റോഗ്രാഫി പോകുന്നുണ്ട്. പിന്നെ ഓവറോൾ ആദ്യം ഒരു കുറച്ച് എന്റർടൈൻമെന്റ് പോലെ വന്ന് കുറച്ച് ലവ് സീൻസും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഫുൾ ഓൺ പീക്ക് ആക്ഷൻ മോഡാണ് പടം. ശിവകാർത്തിന്റെ സ്ഥിരം ക്രിഞ്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡയലോഗ്സ് ഡെലിവറി ഒക്കെ നൈസായിരുന്നു. അങ്ങനെ ഓവർ ഡയലോഗ് ഇട്ട് ഇങ്ങനെ വെറുപ്പിക്കുന്നില്ല. പിന്നെ വില്ല നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് പോർഷൻ എത്തുമ്പോൾ രണ്ടോരും പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. ആക്ഷൻ സീക്വൻസും ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. തിയേറ്ററിക്കൽ സ്റ്റഫ് തന്നെയാണ്. തിയേറ്ററിക്കൽ മസ്റ്റ് ആണ്. പടം ഒരു രക്ഷയില്ല, പടം നല്ല പടം തന്നെയാണ്. ഇത് ഇഷ്ടം പോലെ നല്ല മൊമെന്റ്സ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. പിന്നെ മുരുകണ്ണൻ്റെ ഒരു കംബാക്കാണ്. ഓണായിട്ട് വന്നത് വെറുതെ ആയെന്ന് തോന്നിയില്ല, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വിദ്യുത് ജമാൽ മാൻ അങ്ങേര് സത്യം പറഞ്ഞ തുപ്പാക്കിയിൽ അങ്ങേർക്ക് ഫൈറ്റ് ഒന്നുമില്ല, പക്ഷെ ഇതിൽ ഇഷ്ടം പോലെ ഫൈറ്റ് ഉണ്ട്. ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട്. നല്ല പടം. ശിവകാർത്തിനേക്കാളും നല്ല വിദ്യുത് ജമാൽ തന്നെയായിരുന്നു. പിന്നെ റൊമാൻസിൻ്റെ ഇതുണ്ട്. ഞാൻ ഫസ്റ്റ് ഹാഫ് ഒരു ഓർഡിനറി ആയിരുന്നു, പക്ഷേ ഇന്റർവെല്ലിൽ വെച്ചിട്ട് കയറുന്നുണ്ട്. പിന്നെ ബിജു മേനോ രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഒരുമാതിരി കോമാളി റോൾ അല്ല കൊടുത്തേക്കുന്നത്, അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോളിവുഡിലെ സെക്കൻഡ് ഹാഫ് ഷാബും ഇതിൽ മാറിയിട്ടുണ്ട്. കാര്യം ഒരുപാട് നല്ല ഹൈ മൊമെന്റ്സ് ഉണ്ട്. പൊളി ആക്ഷനൊക്കെ കിട്ടില്ല. ഭയങ്കര ബ്രൂട്ടലായിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാരും കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ വില്ലൻ കിടുക്കായിട്ടുണ്ട്, പൊളി. പിന്നെ ഫസ്റ്റ് ഹാഫ് കിട്ടില്ല, സെക്കൻഡ് ഹാഫ് പൊളി, ക്ലൈമാക്സ് ഒക്കെ പൊളി. ഫുള്ള് ഫൈറ്റ് സിനിമ കിട്ടില്ല. രോമാഞ്ചം മൊത്തം രോമാഞ്ചം മൊത്തം കാണാൻ പറ്റിയ പടം. അടിപൊളി പടം, ഒന്നും പറയല്ല. ഹൗസിന്റെ കമ്പാക്ക് തന്നെ പറയാം. ഈ റേഞ്ച് കയറി പോവാ സാറേ. ശിവകാർത്തിന്റെ തുപ്പാക്കിയാണോ? തുപ്പാക്കി എന്ന് പറയാൻ പറ്റില്ല, അത് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ. ഇത് റേഞ്ച് കയറിപ്പോള ഒരു പടം, പൊളിയാ. സെക്കൻഡ് ഹാഫ് തീയാണോ? തീ ഒന്നും പറയല്ല. സ്ലോ പേസ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ്. ശിവാർത്ഥിനെ ഇങ്ങനെ കണ്ടിട്ടില്ല, അതേപോലെ വേറെ റേഞ്ച്. ശിവാർത്ഥ്യം പക്ക എനർജറ്റിക് ആയിട്ട്, പക്ക എനർജറ്റിക്, ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ എങ്ങനെയുണ്ട്? വിദ്യുതും നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ബിജുമേനോന്റെ പെർഫോമൻസ് സൂപ്പർ. എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. മദ്രാസ് നല്ല പടമാണ് ബ്രോ. ശിവാർത്ഥിന്റെ അഭിനയം രക്ഷയില്ല. പിന്നെ വിദ്യുത് ജമാൽ ആസ് യൂഷ്വൽ ഫൈറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് ഹാഫ് പടം അപ് ഡൗൺ ആണ് പോകുന്നത്, പക്ഷേ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അടിപൊളിയാണ്. ബിജുമേനോനെ കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. കോമഡി റോളല്ല, നല്ല റോളാണ് എടുത്തേക്കുന്നത്. കോമഡി റോളൊന്നുമല്ല, അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള നല്ല റോൾ തന്നെയാണ്. കൊള്ളാം, നല്ല പടമാണ്. ലാസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ല പടമാണ്. ദർബാർ സ്പൈഡറൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. പിന്നെ എന്തോ എക്സ്പെക്ടേഷന്റെ മുകളിലാണോ സിനിമ? ഞാൻ അത്ര ഹൈപ്പ് അല്ലായിരുന്നു ഈ പടത്തിന്. നോർമലി പടത്തിന് അത്ര ഹൈപ്പ് ഉണ്ടായിരുന്നില്ല, ബട്ട് എനിക്കിഷ്ടപ്പെട്ടു, വർക്കായി. ശിവകാർത്തികൻ ഇപ്പോൾ മാവീരൻ അവരൻ കഴിഞ്ഞിട്ട് വാച്ചബിൾ ആയിട്ടൊരു പടമാണ്. ഇപ്പോൾ പ്രിൻസോ ഡോൺ പോലെ അങ്ങനെ ക്രിഞ്ച് കോമഡി കാര്യങ്ങളൊക്കെ കോമഡി ഉണ്ട്, ബട്ട് അങ്ങനെ ക്രിഞ്ച് കോമഡി ഒന്നുമല്ല, എന്റർടൈനിങ് ആണ്, നല്ല പടമാണ്. സിനിമയാണ്. നമ്മളെ ശിവകാർത്തികൻ അടിപൊളിച്ചിട്ടുണ്ട്. പിന്നെ അനക്കാടി കീഴിലെ ചേട്ടൻ വിദ്യുത് ജമാലാണ്. വിദ്യുത് ജമാലിന്റെ ചില സീൻസൊക്കെ ഉണ്ട്, മുമ്പ് രോമാഞ്ചം വരും. പിന്നെ ശിവകാർത്തികന് വേറെ ടൈപ്പാണ് അഭിനയം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കൂടുതൽ പറയുന്നില്ല എങ്കിലും അടിപൊളിയാണ്. പിന്നെ സിനിമ ടോട്ടൽ നോക്കിയാണെങ്കിൽ ടെക്നിക്കലി അടിപൊളിയാണ്. ശിവാർത്ഥിന്റെ സ്ഥിരം ക്രിഞ്ച് ഡയലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതോ ക്രിഞ്ചില്ല. പിന്നെ എ.ആർ. മുരുകദാസും ശിവാർത്ഥിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ട്. എ.ആർ. മുരുകദാസിന്റെ കുറെ കംബാക്ക് ആണിത്. എ.ആർ. മുരുകദാസ് കുറെ വർഷങ്ങൾക്ക് ശേഷം ഉള്ള കംബാക്കാണ്. ശിവാർത്ഥ്യം പക്ക എനർജറ്റിക് ആയിട്ട് ചെയ്തേക്കുന്നത്. ഡാൻസ് ഒക്കെ പൊളിയായിരുന്നു, ആക്ഷനും പൊളിയായിരുന്നു. കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ബിജു ചേട്ടൻ. കാരണം ആ ഒരു ക്യാരക്ടർ ഫുൾ ഓൺ അത്രയും ഒരു ഹൈപ്പിൽ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് ബിജു ചേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് പല മൊമെന്റിലും
നമ്മൾ ആ സിനിമയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 3 ഈക്വൽ ക്യാരക്ടറുകളുണ്ട്. വിദ്യുത് ജമാൽ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി മൊമെന്റ്സ് കയ്യടി വരുന്നുണ്ട്. അതുപോലെ അതേ സെയിം ഇതിൽ ബീച്ചേട്ടൻ്റെ സീൻസിലും ഭയങ്കര ഹാപ്പി മൊമെന്റ്സ് വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് കയ്യടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭയങ്കര ഹാപ്പിയാണ്. നമ്മളൊരു ഇത്രയും ഒരു 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തെ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു നല്ല എല്ലാവരും ഓഡിയൻസ്, ഞാൻ ഹാപ്പി എന്നുള്ളതല്ല, ഓഡിയൻസ് എല്ലാവരും ഹാപ്പിയാണ്. മുരുക സാറിൻ്റെ ഒരു കംബാക്കാണ്. കാരണം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു 3-4 വർഷമായിട്ട് നല്ലൊരു സിനിമ വരാണ്ടിരുന്നിട്ട് ഇപ്പോൾ ആണ് പുള്ളിയുടെ ഒരു ഗംഭീര സിനിമ. ഇതിൽ മലയാളി ടെക്നീഷ്യൻസ് ആയിട്ട് ഞാൻ മാത്രമല്ല, സുദീപ് ഇളമൺ ഇതിൻ്റെ DOP, വിഷ്വൽസ് ഭയങ്കര ഗ്രാൻഡിയർ ആണ്, ഭയങ്കര അടിപൊളിയാണ്. മലയാളിയാണ്, ട്രിവാൻഡ്രംകാരനാണ് DOP. അതുപോലെ ബാക്കി എല്ലാ ടെക്നീഷ്യൻസും ഗംഭീരമായിട്ട്